25 ലക്ഷം രൂപയുടെ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളുമായി പാലക്കാട് താലൂക്ക് NSS യൂണിയൻ. പാലക്കാട് താലൂക്ക് NSS യൂണിയന്റെ ബജറ്റ് യോഗം യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK മേനോന്റെ അധ്യക്ഷതയിൽ ചേർന്നു. നമ്മൾ ഈ കുട്ടികൾക്ക് പഠന സഹായം കൊടുക്കുന്നുണ്ട്, കൈകോർക്കാൻ കഴിയാൻ ക്യാൻസർ പേഷ്യൻസിനെയും കിടപ്പ് രോഗികളെയും ഒക്കെ നമ്മൾ സഹായിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെ പറ്റി അദ്ദേഹം തന്നെ കേട്ടിട്ട് ഇതൊക്കെ നിങ്ങളുടെ താലൂക്കുകൾ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ താലൂക്കിൽ അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ, ഒന്നുമില്ല ഇവിടെ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴാണ് നമ്മൾ എത്ര മുന്നിലാണ് എന്നുള്ളൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്. നമ്മൾ ചെയ്യുന്നുണ്ട്, കാരണം സിൻസിയറായി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മുടെ അംഗങ്ങൾ ആത്മാർത്ഥമായി നമ്മളെ സഹായിക്കുന്നുണ്ട്. ഈ കൈകോർക്കം കൈത്താങ്ങനായിട്ട് നമ്മുടെ കയ്യിൽ പൈസ എടുത്ത് കൈ നിർത്തി കൊടുക്കില്ല. നമ്മൾ തന്നെ മെമ്പർമാർ പലവരും നമുക്ക് തരുന്നുണ്ട്. അത് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നുണ്ട് എന്നുള്ള ഉറപ്പ് കൊണ്ട് മാത്രമാണ് അവർ നമ്മളെ ഏൽപ്പിക്കുന്നത്. ആ പറഞ്ഞ ഉറപ്പ് ഞങ്ങൾ പാലിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ തന്നെ അവർക്ക് റെസീറ്റ് കൊടുക്കുന്നു. ആ പൈസ ആര് എപ്പോ വന്നാലും ആവശ്യപ്രകാരം വന്നാൽ കൊടുക്കും. 2 ദിവസം മുമ്പ് ഞാൻ അവിടെ കോടതിയിരിക്കുമ്പോൾ കൃഷ്ണൻ പറയുന്ന ഒരു ക്യാൻസർ പേഷ്യൻ വന്നിട്ട് എന്താ സാർ ചെയ്യുന്നത്, സഖ്യ കൊടുത്തു, പൈസയൊക്കെ കൊടുത്തോളൂ, ഞാൻ പോരാ. ഇത്രയും പെട്ടെന്ന് അതിൽ ഡിലേ വരുന്ന പ്രശ്നമേ ഇല്ല. എപ്പോ ആവശ്യപ്പെട്ട് വരുന്നോ അത് ജെനുവിൻ ആണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഓൺ ദ വെരി സ്പോട്ട് ആ പൈസ കൊടുക്കും. യൂണിറ്റിന്റെ 1.5 കോടി രൂപയുടെ ബജറ്റ് യൂണിയൻ സെക്രട്ടറി N കൃഷ്ണകുമാർ അവതരിപ്പിച്ചു. വിവിധ സഹായ പ്രവർത്തനങ്ങൾ, ക്യാമ്പുകൾ, ആധ്യാത്മിക പഠന പ്രവർത്തനങ്ങൾ എന്നിവ ബജറ്റിൽ ഉൾപ്പെടുത്തി. യൂണിയൻ വൈസ് പ്രസിഡന്റ് K ശിവാനന്ദൻ, യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടോപ്പിൻ ടൗൺ രാജു, യൂണിയൻ ഭാരവാഹികളായ R ശ്രീകുമാർ, P സന്തോഷ് കുമാർ, അഡ്വക്കേറ്റ് മോഹൻദാസ് പാലാട്ട് എന്നിവർ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുടെ പ്രവർത്തനങ്ങൾക്ക് യോഗം പരിപൂർണ പിന്തുണ പ്രഖ്യാപിച്ചു. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പ്രീപെയ്ഡ് ഓട്ടോ ബൂത്ത് പുനഃസ്ഥാപിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. UTV ന്യൂസ്, പാലക്കാട്.